എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് പരിഹരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ജോലി സ്ഥലത്ത് പല ആൾക്കാരിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ എത്ര നല്ല രീതിയിൽ തന്നെ ജോലി നോക്കിയാലും മേലെ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും കീഴ് ജീവനക്കാരുടെ കയ്യിൽ നിന്നും നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന അതായത് വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാർ, അതായത് ജോലിയിലുള്ള ആൾക്കാർ തന്നെ നമുക്ക് പണി തരാറുണ്ട് മിക്ക രീതിയിലും. അതായത് വാക്കുകൾ കൊണ്ടാണെങ്കിലും പ്രവൃത്തികൾ കൊണ്ടാണെങ്കിലും ശത്രുദോഷങ്ങൾ കൊണ്ടാണെങ്കിലും നമുക്കതൊരു മാനസികപരമായി തളർത്തും. നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് മേലുദ്യോഗസ്ഥരോട് കംപ്ലൈൻറ്റ് പറയുക, നമ്മൾ നല്ല രീതിയിൽ ജോലി വർക്കുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പാലകൾ വെക്കുക. അങ്ങനെ മിക്ക ജോലി സ്ഥലത്തും നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അത്യാവശ്യം ഒന്ന് ലീവൊക്കെ എടുത്ത് പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷം ജോലി സ്ഥലത്ത് നമ്മൾ പറയുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ കള്ളം പറഞ്ഞു പോവുകയാണ്. അങ്ങനെ പല ആൾക്കാർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ജോലി സ്ഥലത്ത് നിന്ന് അനുഭവിക്കാൻ വരുന്നുണ്ട്. മിക്ക ആൾക്കാർ അതെന്നെ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട്, തിരുമേനി ഞാൻ ഒരു വർക്ക് ചെയ്യുന്നിടത്ത് ഇല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ ഭയങ്കര ഒരു പ്രശ്നമാണ്, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മുതലാളിയോട് പറഞ്ഞു കൊടുക്കണം. തുണിക്കട നിൽക്കുന്നവർക്ക്, അതേപോലെ തന്നെ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, പല ആൾക്കാർക്കും നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അതിനെ നമുക്ക് ഏത് രീതിയിൽ മാറ്റിയെടുക്കാം? നമുക്ക് സ്വയം തന്നെ ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്കെതിരെ ആരാണോ പാര വെക്കുന്നത്, ഏത് ശത്രുക്കളാണോ ഒളിച്ചിരിക്കുന്ന ആക്രമിക്കുന്ന അവർക്കൊക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ പണി തിരിച്ച് കിട്ടും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ നല്ലപോലെ ജോലിയൊക്കെ ചെയ്ത് ഇല്ലെങ്കിൽ അന്നന്ന് കിട്ടുന്നതുകൊണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. അവിടെ ഈ പാരകൾ വെക്കുന്ന, ഇല്ലെങ്കിൽ നമ്മളെപ്പറ്റി മോശം പറയുന്ന, അങ്ങനെ ചില വിരുദ്ധന്മാരായ ചില ആൾക്കാരുണ്ട് ജോലിക്കിടയിൽ. അവർ മറ്റുള്ള ആൾക്കാരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് അവരിങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് അല്ലേ. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ പ്രതിവിധിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. നമ്മൾ ഞായറാഴ്ച ദിവസം ജോലിക്ക് പോകുന്നവരൊക്കെ ഞായറാഴ്ച ചെയ്യുക. അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒരു തേങ്ങ എടുക്കുക. ഈ തേങ്ങയുടെ കണ്ണ് നോക്കിയിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നോക്കി ഒന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് 3 തവണ വലത്തൊന്നൊഴിച്ചിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ തേങ്ങ സമർപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് 3 ചെറുനാരങ്ങ എടുക്കുക. 3 ചെറുനാരങ്ങ മുറിക്കുമ്പോൾ എന്തായാലും 6 കിട്ടും. അപ്പം നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്കെതിരെ ആരാണോ പാര വെക്കുന്ന, ആരാണ് നമ്മുടെ കഠിനമായ ശത്രു, ആ ശത്രുവിനെ സങ്കല്പിച്ച് ഈ നാരങ്ങ അങ്ങോട്ട് കട്ടിക്കണം. 3 ചെറുനാരങ്ങ. എന്നിട്ട് നമ്മൾ നാരങ്ങ തിരിച്ച് വെച്ചിട്ട് നെയ്യ് ഉപയോഗിച്ച്, ഒന്നെങ്കിൽ നെയ്യ് ഉപയോഗിച്ചോ ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചോ ഈ വിളക്ക് കത്തിക്കാവുള്ളൂ. വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ഭക്തജനങ്ങൾ അവിടെ ചോദിക്കണം. ഇവിടെ നാരങ്ങ വിളക്ക് കത്തിക്കുന്നുണ്ട്, കുഴപ്പമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവിടെ നിൽക്കുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിക്കണം. കാരണം ചില ഭദ്രകാളി ദുർഗാ ക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് കത്തിപ്പിക്കാറില്ല. അപ്പോൾ അവിടുത്തെ ക്ഷേത്രമായി ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം നാരങ്ങ വിളക്ക് കത്തിക്കുക. ഈ നാരങ്ങ എടുത്തിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന വ്യക്തി ആരാണോ, നമ്മുടെ ജോലി സ്ഥലത്തുള്ള ശത്രുവാണ്, അവരെ സങ്കല്പിച്ച് 3 തവണ വലത്തുനിന്നൊഴിഞ്ഞ് അതിന് വീണ്ടും ഇടത്തേക്ക് 3 തവണ ഒഴിയണം. ഒന്നുകൂടെ പറയാണ്, 3 ചെറുനാരങ്ങ കയ്യിലെടുക്കുക. കയ്യിലെടുത്ത് 3 തവണ വലത്തുനിന്നൊഴിഞ്ഞ് വീണ്ടും നമ്മൾ 3 തവണ ഇടത്തുനിന്നൊഴിഞ്ഞ്, എന്നിട്ട് ഈ ചെറുനാരങ്ങ അമ്പലത്തിൽ വെച്ച് ഒരു കത്തി എടുത്തിട്ട് നമ്മൾ അവരെ സങ്കല്പിച്ച് കട്ടിക്കുക. 3 ചെറുനാരങ്ങ കട്ട് ചെയ്യുമ്പോൾ 6 കിട്ടും. എന്നിട്ട് ഒരു തൂഷനിലക്കകത്ത് വെളിച്ചെണ്ണയോ അതേപോലെ തന്നെ നെയ്യോ ഉപയോഗിച്ച് തിരിയിട്ട് അകത്തുനിന്ന് നമ്മൾ ഒന്നെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും കൊടിവിളക്കോ ഇല്ലെങ്കിൽ ഒരു ചിരാതിനകത്തോ കത്തിച്ച് നാരങ്ങ വിളക്ക് കത്തിക്കുക. നാരങ്ങ വിളക്കിൽ അലങ്കരിക്കാൻ വേണ്ടി പൂവോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗണപതിക്ക് ഒരു കോയിന് ഇട്ടതിന് ശേഷം മാത്രം ഇത് കത്തിക്കുക. അതുപോലെ തന്നെ തേങ്ങ എടുത്തിട്ട് എൻ്റെ ജോലി സ്ഥലത്ത് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ എനിക്ക് ശത്രുഭാവമാണ്, ഇല്ലെങ്കിൽ അവർ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ ജോലി പോകുന്ന ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ പ്രാർത്ഥിച്ച് 3 തവണ തേങ്ങ ഒഴിഞ്ഞ് ദേവിക്ക് നടക്കി വെക്കുക. ഈ ചെറുനാരങ്ങയും തേങ്ങയും 7 ആഴ്ച ചെയ്യുമ്പോഴത്തേക്ക്, നമ്മൾ ഓരോരോ ആഴ്ചകളും ഇത് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ജോലി സ്ഥലത്ത് ചെയ്യുമ്പോഴത്തേക്ക് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. നിങ്ങൾക്കെതിരെ ഏത് വ്യക്തികളാണോ ജോലി സ്ഥലത്ത് പാര വെക്കുന്നത്, അവർക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ പണി തിരിച്ച് കിട്ടിയിരിക്കണം. യാതൊരു സംശയവും. നമ്മുടെ ഭാഗത്ത് സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കർമ്മഫലം അവർ അനുഭവിക്കും. പാപം ആര് ചെയ്താലും അവരെ പിന്തുടരുന്ന ഒരു സംഭവമുണ്ട് കർമ്മ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ മാത്രം ചെയ്യുക. അല്ലാതെ നമ്മൾ ജോലി സ്ഥലത്ത് ആർക്കെങ്കിലും പാര നമുക്ക് വിട്ട് വെക്കുന്നില്ല, എന്നാൽ അവൻ ഇച്ചിരി അഹങ്കാരം, അവനിട്ട് ഒരു പണി കൊടുക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിക്കത്തില്ല. നമ്മുടെ കർമ്മവും കൂടെ നോക്കണം. നമുക്ക് സ്ഥിരം ശല്യം സഹിക്കാൻ വയ്യെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ദേവിയോട് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഭഗവാനെ, എൻ്റെ ശത്രുവിനെ
തീർക്കണേ എന്ന് പറഞ്ഞ് ചെയ്യരുത്. എനിക്ക് അവരിൽ നിന്നും വരുന്ന ശത്രുദോഷങ്ങൾ മാറ്റി തരണമെന്ന് പ്രാർത്ഥനയോടുകൂടി വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രണ്ടുപേരുടെ മനസ്സിലെ ശത്രുദോഷങ്ങളൊക്കെ മാറി ആ വ്യക്തികൾ, അതായത് ശത്രുവായിരിക്കുന്ന വ്യക്തികൾ നമ്മളോട് സ്നേഹം തോന്നി നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ, അല്ലെങ്കിൽ അവൻ ഇന്ന രീതിയിൽ മോശം മരണമെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അത് നമുക്ക് ഈശ്വരന് നിരക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ചെയ്യുക. ഞാൻ ഓൺ ദ സ്പോട്ടിൽ പണി കിട്ടുമെന്ന് പറഞ്ഞത് ഇത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളോട് ഒരു അനുകമ്പ തോന്നും, ഒരു സ്നേഹം തോന്നും. അയ്യോ ഞാൻ അവരോട് ചിന്തിച്ചത് എങ്ങനെയാണ്, അത് തെറ്റായി പോകുന്നു, അവരുടെ മനസ്സിലൊരു തോന്നലുണ്ടാക്കണം. അല്ലാതെ അവന് എന്തെങ്കിലും പറ്റിയിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക, കമൻറ്റ് ചെയ്യുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ഓൺലൈൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി തരുന്നതാണ്. പ്രമോഷനോ അതുപോലെ തന്നെ ജോലിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജ്യോതിഷപരമായി നോക്കി പറയുന്നതാണ്. ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.